ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം ബ്രൗണി മിക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബ്രൗണി മിക്സ് വെച്ചിട്ട് എങ്ങനെയാണ് കുക്കീസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കാണിക്കണേ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് വെറ്റ് ഇൻഗ്രീഡിയൻസ് മാത്രം ആഡ് ചെയ്താൽ മതി ഇതിലേക്ക്. അപ്പോൾ ഇത് ഞാൻ ഓവനിൽ തന്നെയാണ് ബേക്ക് ചെയ്തെടുക്കണേ. അപ്പോൾ നിങ്ങൾ സ്റ്റൗ ടോപ്പിൽ ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ മുമ്പ് പല എപ്പിസോഡുകളിലും കുക്കീസ് എങ്ങനെയാണ് സ്റ്റൗ ടോപ്പിൽ ചെയ്യാമെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസ് തന്നെ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ കുക്കീസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം വേണ്ടത് ബട്ടറാണ്. ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ഒരു പാത്രത്തിലേക്ക് ചേർക്കാം. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം ചേർക്കാനായിട്ട്. നന്നായി സോഫ്റ്റായി പോയി ബട്ടർ. കുറച്ച് നേരമായി ഞാനെടുത്ത് പുറത്ത് വെച്ചിട്ട്, അതുകൊണ്ടാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി വേണമെന്നുള്ളവർക്ക് ഇതിൽ മധുരം ആഡ് ചെയ്യാം. ബ്രൗണി മിക്സ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചതിൽ ഞാൻ ശർക്കര ചേർത്തിരുന്നു, അതുകൊണ്ട് ഞാൻ ഇനി മധുരം ഇതിൽ ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ മധുരം ചേർക്കാം. അപ്പോൾ മധുരം നമുക്ക് എപ്പോഴും കുറവ് കഴിക്കുന്നതല്ലേ നല്ലത്. കുട്ടികൾക്കാണെങ്കിലും കുറച്ച് കുറവ് കൊടുക്കുക തന്നെയാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി ചേർക്കുന്നില്ല. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ബ്രൗണി മിക്സ്, ഇതിപ്പോൾ 2 കപ്പ് ബ്രൗണി മിക്സാണ് ഇതിലേക്ക് ചേർക്കണേ. അപ്പോൾ ഇതിപ്പോൾ 1 കപ്പ് ഉണ്ട്. ഇനി 1 കപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്ത 1 കപ്പ് കൂടി ചേർക്കണം. 2 കപ്പ് പൗഡറാണ് നമ്മൾ ചേർക്കണേ. അപ്പോൾ ഈ പൗഡറിൽ നമ്മൾ ഗോതമ്പ് പൊടി, അതുപോലെ ശർക്കര പൊടിച്ചത്, കോക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, ഇത്രയും സാധനങ്ങളാണ് ചേർത്ത് ഈ ബ്രൗണി മിക്സ് ഉണ്ടാക്കി വെച്ചിരുന്നത്. ഇത് ശരിക്കും എങ്ങനെയാണ് മിക്സ് ചെയ്ത് ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് കാണണമെങ്കിൽ എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടാൽ മതി. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ മുകളിൽ കാണിക്കുന്നുണ്ടാവും. അതൊന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി വെച്ചാൽ ഈ ബ്രൗണി മിക്സ് 1 മാസം വരെ കേടാവാതെ ഇരുന്നോളും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ കുറേശ്ശെ നമ്മളിങ്ങനെ പൊട്ടിനൊക്കെ കുഴക്കില്ലേ, അതുപോലത്തെ ഒരു പരുവത്തിൽ വരും. ഇതിലിനി ചോക്ലേറ്റ് ചിപ്സ് ചേർക്കുന്നത് കൊണ്ട് അധികം മധുരം ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ വേണമെന്നുള്ളവർക്കാണെങ്കിൽ ഇതിൻ്റെ കൂടെ മധുരം ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഒരു 1/4 കപ്പ് പാലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമ്മൾ കുഴയ്ക്കുന്നതിന് മുമ്പ് ചോക്ലേറ്റ് ചിപ്സ് ഞാൻ ചേർക്കുകയാണ്, 1/4 കപ്പ്. ഇനി ഇതുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വേണം നമുക്ക് കുഴച്ചെടുക്കാൻ. അപ്പോൾ ഇനി ഇത് കൈകൊണ്ട് കുഴച്ചെടുക്കണം. അപ്പോൾ പാല് മതിയായിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് 1-2 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് ചേർക്കാം. കുഴച്ചെടുക്കട്ടെ. ഇങ്ങനെ ഒരു ബ്രൗണി മിക്സ് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്കീസ് വേണമെങ്കിൽ കുക്കീസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ബ്രൗണി വേണമെങ്കിൽ ബ്രൗണി ഉണ്ടാക്കാം സിമ്പിളായിട്ട്. ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. എനിക്കിനി വേറെ പാലൊന്നും ചേർക്കണമെന്ന് വന്നില്ല. 1/4 കപ്പ് പാലാണ് ആകെ ചേർത്തത്. ഇപ്പോൾ ചോക്ലേറ്റ് ചിപ്സ് ഞാൻ 1/4 കപ്പാണ് ചേർത്തത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം. ഒരു 1/2 കപ്പൊക്കെ വേണമെങ്കിൽ ചേർക്കാം. റെഡിയായി. ഇനിയിപ്പോൾ ഇത് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഒന്ന് പരത്തിയെടുക്കുക വേണ്ടു. അപ്പം ഞാനിത് സിമ്പിളായിട്ട് ഒന്ന് കയ്യിൽ തന്നെ വെച്ച് പരത്തിയെടുക്കാൻ പോവാണ്. അതിനായിട്ട് കുറച്ച് ഒന്ന് എടുക്കാം. ഇതിൽ നിന്ന് കുറച്ചൊന്ന് കയ്യിലെടുക്കാം. ഇനി ഇതുപോലെ ചെറിയൊരു ബോൾ കയ്യിലെടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാമല്ലോ. ഞാൻ ഇതുപോലെ കയ്യിലൊന്ന് വെച്ച് പരത്തി കൊടുക്കുകയാണ്. ഇത്
ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിത് എല്ലാം ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ച് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ വേണമെങ്കിലും ബേക്ക് ചെയ്തെടുക്കാം. ഞാനപ്പോൾ ഇതിലൊരു ചെറിയ ഡിസൈൻ ചെയ്യാൻ വിചാരിച്ചു. ഇതുപോലെ ഒരു അടപ്പെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇങ്ങനെ ഇതുള്ള അടപ്പാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഡിസൈൻ, ആ ഇംപ്രഷൻ നമുക്ക് ഈ കുക്കീസിൽ കിട്ടും. ഇങ്ങനെ ചെയ്യണം എന്നൊന്നുമില്ല, വെറുതെ ഇതുപോലെ ബേക്ക് ചെയ്തെടുത്താലും മതി. ഞാൻ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വെറുതെ ഇതുപോലെ നടുവിലൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പതുക്കെ ഇതുപോലെ ഒന്ന് എടുക്കുക. ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുക്കീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇത് ഓവനിലാണ് ബേക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യം ഒരു 160 ഡിഗ്രിയിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കണേ. അപ്പോൾ 160 ഡിഗ്രിയിൽ ആദ്യം ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാം ഓവൻ. അതിനുശേഷം 160 ഡിഗ്രിയിൽ ഒരു 12 മിനിറ്റ്, ഒരു 10നും 15നും ഇടയ്ക്ക് സമയമെടുക്കും ഇതൊന്ന് ബേക്കായി വരാനായിട്ട്. അപ്പോൾ ഒരു 12 മിനിറ്റ് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റൗ ടോപ്പിൽ ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ മുമ്പ് ഇഷ്ടംപോലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കുക്കീസ് സ്റ്റൗ ടോപ്പിൽ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പാനിൽ വെച്ചിട്ട് ഇതുപോലെ സെയിം പ്രൊസീജിയറിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ ആദ്യം പ്രീ ഹീറ്റ് ചെയ്യുക, അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ വെച്ച് നോക്കുക. ആയിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഓവനിൽ ബേക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ ഈ ബ്രൗണി മിക്സ് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഇതുപോലെ എളുപ്പത്തിൽ കുക്കീസും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണെന്ന് കണ്ടില്ലേ? അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കൂ. ഇനി ഇതുപോലെയുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.